ലോഡ് കയറ്റി വരുന്ന ടിപ്പറാണ് അത്. അത് കാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ കാറിൻ്റെ ബമ്പർ പൂർണ്ണമായി ഇടിച്ച് തകർത്ത് അത് കടന്നു കളഞ്ഞു. അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ നമ്പർ കൊടുത്ത സമയത്ത് ആ നമ്പർ ഫേക്കാണെന്നാണ് പറയുന്നത്. പോലീസ് ചെക്ക് ചെയ്തപ്പോൾ ആ നമ്പർ ഫേക്കാണ്. ട്രാഫിക് സിഗ്നലുള്ള എല്ലാ ക്യാമറയും ചെക്ക് ചെയ്തു, പക്ഷെ ഒരു ക്യാമറയും അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഓരോ ഷോപ്പിലും കാര്യങ്ങളിലും അവിടെയുള്ള എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. വണ്ടി പാസ് ചെയ്യുന്നതും എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്പർ അതിൽ ക്ലിയർ ആവുന്നില്ല. ട്രാഫിക് സിഗ്നലുള്ള ക്യാമറയാണ് നമുക്ക് ആവശ്യം വേണ്ടത്, അപ്പോൾ അത് തീരെ പ്രവർത്തിക്കുന്നില്ല. ഈ കോഴിക്കോട് നഗരത്തിലെ AI ക്യാമറകളിൽ മിക്കതും പ്രവർത്തനരഹിതമാണ് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ ഒരു മനുഷ്യന്മാർ ആരെങ്കിലാണ് ഇതേമാതിരി തട്ടി അവർ അപകടപ്പെടുകയോ മരണപ്പെടുകയോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ വണ്ടി എങ്ങനെ നമ്മൾ ചേസ് ചെയ്ത് പിടിക്കും? നമ്മളെല്ലാവരും നമ്മുടെ പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയൊക്കെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മുടെ സുരക്ഷയെ കരുതി റോട്ടിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ട് അധിക കാലമായിട്ടില്ല. എന്നാൽ അവയിൽ എത്ര എണ്ണം കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വലിയ സംശയമാണ്. ആ AI ക്യാമറ പ്രവർത്തിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വളരെ വലുതാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ടാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള നിതിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 25-ാം തീയതി അദ്ദേഹം തന്റെ 13 വയസ്സുള്ള മകളുടെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു, കാറിനകത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഒരു ടിപ്പർ ലോറി അശ്രദ്ധമായി വരികയും ഈ വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തത്. വാഹനത്തിന്റെ ബമ്പർ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് ഇദ്ദേഹം വാഹനം ഒതുക്കി ആ ലോറി ഡ്രൈവറുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അതിനുശേഷം ഉടൻ തന്നെ ഈ ലോറി ഡ്രൈവർ ഈ വാഹനം എടുത്തുകൊണ്ട് കടന്നു കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടക്കാവ് പോലീസിലെത്തി പരാതിപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഒരു നടുക്കുന്ന സത്യം മനസ്സിലായത്. ഈ കോഴിക്കോട് നഗരത്തിലെ AI ക്യാമറകളിൽ മിക്കതും പ്രവർത്തനരഹിതമാണ് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത്. എന്തൊക്കെയാലും അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത് എന്താ വെച്ചാൽ, അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ജൂലൈ 25-ാം തീയതി ശനിയാഴ്ച രാവിലെ ഒരു 11 മണി ആയിട്ടുണ്ടാവും. 11 മണിക്ക് ബ്രദറും എൻ്റെ ബ്രദറിൻ്റെ മകളും കൂടി നടക്കാവ് ഏരിയയിൽ കൂടി പാസ് ചെയ്തിട്ട് നമ്മുടെ കിഴക്കേ നടക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നടക്കാവ് ക്രോസ് റോഡ് വഴി പോകുമ്പോൾ സൽക്കാരുണ്ട്, പഴയ സൽക്കാര റെസ്റ്റോറൻറ്റിന് അവിടെ നിന്ന് വലത്തോട്ട്, അതായത് ക്രിസ്ത്യൻ കോളേജ് ഭാഗത്ത് തിരിയുന്ന സമയത്ത് ലോറി, അത് ലോഡ് കയറ്റി വരുന്ന ടിപ്പറാണ് അത്. അത് കാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ കാറിൻ്റെ ബമ്പർ പൂർണ്ണമായി ഇടിച്ച് തകർത്ത് അത് കടന്നു കളഞ്ഞു പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ബ്രദറിൻ്റെ മകള് കാറുള്ളത് കാരണം പെട്ടെന്നോട് ഇറങ്ങി പോകാൻ പറ്റിയില്ല. അപ്പം മോള് പെട്ടെന്ന് ഭയപ്പെട്ടിരുന്ന കാരണത്താൽ. അപ്പോൾ അത് കാരണം ബ്രദർ ടിപ്പറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് അവരൊന്ന് വണ്ടി സൈഡാക്കി. അപ്പം ബ്രദർ കാറൊന്ന് സൈഡാക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ച് വന്നിരുന്നു. അപ്പോഴത്തേക്ക് ആ ടിപ്പർ വണ്ടി എടുത്ത് ആൾ പോവുകയും ചെയ്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഈ നമ്പർ ബ്രദർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെക്ക് ചെയ്തിട്ട് എഴുതിയെടുത്തില്ല, ഫോട്ടോ എടുത്തില്ലായിരുന്നു. കാരണം മകളുള്ളത് കാരണം പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാണ്ടി വന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ നമ്പർ കൊടുത്ത സമയത്ത് ആ നമ്പർ ഫേക്കാണെന്നാണ് പറയുന്നത്. പോലീസ് ചെക്ക് ചെയ്തപ്പോൾ ആ നമ്പർ ഫേക്കാണ്. അത് ചിലപ്പം ഇൻ കേസ് ആ നമ്പറിട്ട് ചിലപ്പം നോക്കിയ സമയത്ത് അത് മാറിപ്പോയിട്ടുണ്ടാവാം, അതായിരിക്കാം കാരണം. ശേഷം എന്ന് പറഞ്ഞ സമയത്ത് അവർ ഈ ക്യാമറ ട്രാഫിക് സിഗ്നലുള്ള എല്ലാ ക്യാമറയും ചെക്ക് ചെയ്തു, പക്ഷെ ഒരു ക്യാമറയും അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മളോട്. അതായത് അവർ ഈ എലത്തൂർ മുതൽ നമ്മുടെ ഈ ക്രിസ്ത്യൻ കോളേജ് വരെയുള്ള എല്ലാ AI ക്യാമറ അടക്കം ഫുള്ള് ചെക്ക് ചെയ്തു. നമ്പർ അതിൽ ക്ലിയർ ആയിട്ടും തീരെയായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പോലീസോട് പറഞ്ഞതിന് ശേഷം പോലീസ് ഓക്കെ അത് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞതല്ലാണ്ട് വേറെ ഫയൽ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ദിവസം ജോലി ലീവാക്കിയിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഓരോ ഷോപ്പിലും കാര്യങ്ങളിലും അവിടെയുള്ള എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. ചെക്ക് ചെയ്തപ്പോൾ കുറേ സംഭവങ്ങൾ വണ്ടി പാസ് ചെയ്യുന്നതും എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമ്പർ അതിൽ ക്ലിയർ ആവുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നലുള്ള ക്യാമറയാണ് നമുക്ക് ആവശ്യം വേണ്ടത്. അപ്പോൾ അത് തീരെ പ്രവർത്തിക്കുന്നില്ല. അതായത് ഇത് കൂടാതെ ഇതിപ്പോൾ ചെറിയൊരു പ്രോബ്ലം കാറിനാണ് സംഭവിച്ചത്. ഇത് കൂടാതെ നമ്മുടെ ഒരു മനുഷ്യന്മാർ ആരെങ്കിലാണ് ഇതേമാതിരി തട്ടി അവർ അപകടപ്പെടുകയോ മരണപ്പെടുകയോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ വണ്ടി എങ്ങനെ നമ്മൾ ചേസ് ചെയ്ത് പിടിക്കും? അതിൽ ഒരു ഇത് നമുക്ക് പറയാൻ കഴിയില്ല. എന്താ സംഭവിച്ചതെന്ന് കാരണമെങ്കിൽ ഈ ക്യാമറ വഴി നമുക്ക് രണ്ടാമതും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ചകൾ ക്യാമറേൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതാണിപ്പോൾ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട് ക്യാമറ ഇല്ലാത്ത കാരണം. കാറിന് വളരെ കേടുപാട് സംഭവിച്ച് കാറിന് അത് ഒരു 10-25,000 രൂപേൻ്റെ നഷ്ടത്തിനടുത്ത് വരും. വർക്ക്ഷോപ്പ് കൊണ്ട് നോക്കിയപ്പം കാറിന് 25 രൂപ വരും. കാറിൻ്റെ പൈസ അതൊക്കെ. പക്ഷേ ഈ ഒരു മനുഷ്യന്മാർക്കാണ് ഇത് സംഭവിച്ചത് വെച്ചാൽ ഇങ്ങനെ അപകടം വന്ന് മരണപ്പെടുക ചെയ്യുന്നതാണ്. വീട്ടുകാർക്ക് പോകും. ക്യാമറ ഇല്ലായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ക്യാമറ ഇല്ലാത്തതുകൊണ്ട്.
അതെ, നമ്മൾ ഈ അപകടത്തിനിടയാക്കി, അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ വാഹനത്തിനെയാണ് ഇപ്പൊ ഇത്തരത്തിൽ ടിപ്പർ ലോറി ഇടിച്ചത്. നമ്മൾ ആ സഹോദരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്, അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ്, കാറിന് സംഭവിച്ച അപകടത്തിൻ്റെതല്ല. അതേസമയം അതിനകത്ത് ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വലിയ പോരായ്മയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മുടെ നികുതി പണം കൊണ്ട് ഇത്തരത്തിൽ ക്യാമറകൾ വാങ്ങി റോട്ടിൽ മുഴുവൻ സ്ഥാപിക്കുന്നു, ആളുകളുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിലൊരു ആവശ്യ ഘട്ടത്തിൽ ഇത് ഉപകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ആ ടിപ്പർ ലോറി അത് ലോഡുമായി വന്ന ഒരു ലോറിയാണ്. അത് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നു, നിയമം തെറ്റിച്ച് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നു, ഇടിക്കുന്നു. എന്നിട്ട് യാതൊരു മയവും ഇല്ലാത്ത രീതിയിൽ, യാതൊരു പരിഗണനയും ഇല്ലാത്ത രീതിയിൽ ധിക്കാരത്തോടു കൂടി ഓടിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസുകാർക്ക് സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്, പോലീസുകാർ കൃത്യമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരും ഇക്കാര്യത്തിൽ നിസ്സഹായരാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തിയായിരുന്നു. അദ്ദേഹം വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. എന്തു തന്നെയായാലും ഈ ഒരു നമ്മുടെ കൃത്യമായ ഈ AI ക്യാമറകളുടെ നിരീക്ഷണവും മറ്റും കൃത്യമായ രീതിയിൽ നടപ്പാക്കേണ്ടത് നമ്മുടെ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ കുറെ കൂടി കാര്യക്ഷമമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാക്കണം എന്ന് മാത്രം പറയുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ ടീം.